ഇപ്രാവശ്യത്തെ തിരുവാതിരക്കളിക്ക് കയ്യുമ്മേ വാങ്ങിക്കണ മൈലാഞ്ചി ഇടണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കണ്ട ഒരു റീല് പ്രകാരം ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അതിനായിട്ടൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് ശ്രീജിയുടെ വീട്ടിലെ ഇരുമ്പ് ചട്ടിയായിരുന്നു. അങ്ങനെ പഞ്ചസാര, പിന്നെ ശർക്കര, പിന്നെ നല്ല ജീരകം, ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ട റീൽസിൽ ഈ വക ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മളൊരു ചെറിയ പാത്രം ഇറക്കി വെച്ചിട്ട് ഈ ചീഞ്ചട്ടി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പാത്രമാണെങ്കിൽ അത് കവർ ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ച് വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത്. എന്നിട്ട് തീ വന്നിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പന്തിയെല്ലാം തോന്നിയത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങിയായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട് കേട്ടോ. അതായത് നമ്മൾ വെച്ച ചീനച്ചട്ടിയുടെ സൈഡിൽ നിന്ന് ആവി പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആവി വെള്ളം വീഴുകൊണ്ടാണ് നമുക്കത് ഫ്ലോപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീബനേച്ചി വീട്ടിൽ പോയതിന് ശേഷം നല്ല ഒരു ടിന്ന് പോലത്തെ ഒരു പാത്രത്തിൽ എയർ ടൈറ്റായിട്ട് സെല്ലോ ടൈപ്പൊക്കെ കവർ ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു കുറച്ചിങ്ങനെ ഒരു വെള്ളം പോലെ, ഒരു നല്ല റെഡ് കളറിൽ വെള്ളം പോലെ കിട്ടും. അതായത് അതിൻ്റെ ആവി വെള്ളം വീഴുന്നതാണത്. അതിലേക്ക് കുങ്കുമത്തിൻ്റെ പൗഡർ അല്ലെങ്കിൽ ബീട്രൂട്ട് പൗഡർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കയ്യിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മൈലാഞ്ചിയുടെ കളർ ഇടുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ് കേട്ടോ. സാധാരണ മൈലാഞ്ചിൻ്റെ ഒരു കളറല്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെയിൻ വന്നിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ പാത്രം കഴുകി കഴിഞ്ഞാൽ അതങ്ങ് പോകും കേട്ടോ. ഒരാഴ്ച ആ ഒരു സ്റ്റെയിന് കയ്യിലുണ്ടാവുമെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 2-3 പ്രാവശ്യം, അതായത് കാലത്ത് എണീക്കുമ്പോഴേക്കും പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് മൈലാഞ്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശ്രീബനേച്ചിയുടെ കയ്യിലൊരു 10-15 മിനിറ്റ് മാക്സിമം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കളറാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന ദിവസം ഞാൻ അവിടെ മുങ്ങിയെന്ന് പറഞ്ഞല്ലോ. മുങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു പാത്രം ഫുള്ള് ഞാൻ കഴുകി കൊടുക്കേണ്ടി വന്നിരുന്നു. പാത്രത്തിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കൈവേദനയാ. അപ്പൊ ഇതാരത് കണ്ടുപിടിച്ച് അതിന്റെ അവസ്ഥ കണ്ട നീ? ഇത് മൊട്ടി പിടിച്ചേക്കായിരുന്നു. ഞാൻ ഇത് കിട്ടാൻ പെട്ട പാട് നോക്ക്. ഡബിൾ തേച്ച് കറി തരും എന്നെ ചീത്ത പറയണ അവള് അന്നച്ച് പറയുന്നത് കേട്ടോ. ഇവളാണ് ഇതൊക്കെ എന്നെ ഒപ്പിച്ചത്. ഞാൻ ശർക്കര കൊണ്ടു. ഇതിപ്പോ എന്ത് മൈലാഞ്ചിയാ? ഈ കരി അങ്ങനെ മോത്ത വെച്ച് തേക്കും ഞാന്.